അങ്ങനെ സുധീഷ് പറഞ്ഞിട്ട് ആ പെൺകുട്ടി നീതുവിനെ വിളിക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് നീതുവിനോട് ആ കുട്ടി പറയുന്നുണ്ട്, നിന്നെ കാത്തിട്ട് നിൻ്റെ ഫ്രണ്ട് നിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാതെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, നീ പോയി കൂട്ടിക്കൊണ്ടുവന്നോന്ന് പറഞ്ഞിട്ട് അവളുടെ പേര് ഹരിത എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ നീതു ഹരിതയോ എന്ന് എന്തായാലും ആലോചിച്ചിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഹരീഷിനെ കാണുന്ന സമയത്ത് നമ്മുടെ നീതു ഉള്ളിലേക്ക് ഓടി വന്നിട്ട് എൻ്റെ ഫ്രണ്ട് അമ്മയെ വഴി അറിയാതെ അവിടെ നിൽക്കിയിട്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അമ്മോട് സമ്മതമൊക്കെ ചോദിച്ചിട്ട് ഓടുന്നുണ്ട്. എന്തായാലും ഹരീഷിനെ കണ്ട പാടെ ആ സമയത്ത് അപ്പോഴേക്ക് സുധീഷിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായി സംസാരിക്കാണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ സുധീഷ് പറഞ്ഞു, ഞാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും കാണുക പോലും ഇല്ല, അവൻ ഇവിടെ വന്ന് മടങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ സുധീഷ് പറഞ്ഞു ഞാൻ പോയിക്കോളാമേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതുവിനാണെങ്കിൽ വലിയ സങ്കടം വന്നിട്ട് ഹരീഷിനെ കെട്ടിപ്പിടിച്ചിട്ട് കയറുന്നുണ്ട്. നിന്നെ കാണാതെ നിന്നെ സംസാരിക്കാൻ എനിക്ക് ഇരിക്കാൻ വയ്ക്കില്ല, ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നത്. ആ സമയത്ത് ഹരീഷ് പറഞ്ഞിട്ട് വിട് ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് നീതുവിൻ്റെ ഏട്ടൻ വണ്ടിയും കൊണ്ട് വന്നിട്ട് ഇവരെ കാണുന്നത്. നീതുവിനെ ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, ഇവിടെ തൊട്ട് പോരുത്, അങ്ങനെ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആരാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീതുവിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ. എന്തായാലും വീട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ അച്ഛനും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവളെന്ന് ഇങ്ങനെ അടിക്കണേ, എന്തിനാണെന്നോ നിങ്ങളെ സമ്മതം ചോദിച്ചിട്ട് ഇവിടെ ഹരീഷിനെ കാണാനാണ് പോയിരുന്നത്, ഹരീഷുണ്ട് സുധീഷുണ്ട് പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അവളുടെ അമ്മ അത് കേട്ടപ്പാടെ ഒരുപാട് ഇട്ടുത്തലുണ്ട്. ആ സമയത്ത് നമ്മൾ നീതു പറഞ്ഞിട്ട് എന്നെ തൊട്ട് പോരുത്, ഞാനും വലുതായി, നിങ്ങൾക്ക് പറഞ്ഞു തരാനും എന്നെ മനസ്സിലാപ്പിക്കാനും മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ, അല്ലാതെ എന്നെ ഇങ്ങനെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നീതു ഇട്ടിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛൻ പറയുന്നത് മതി അവളെങ്ങനെ ഇട്ടിട്ട് അടിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ പറയേണ്ട നിങ്ങൾ കാരണമാണ് ഇവളിങ്ങനെ വഷളാവണം എന്നൊക്കെ പറയുന്നത്. എന്താ സമയത്ത് നീതുവിൻ്റെ അച്ഛൻ ചോദിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ അവൻ നീ എന്താ മോളെ നീ തീരുമാനം എടുക്കണം, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നീ അവരെ വിളിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നീതു പറയേണ്ടത് എനിക്ക് ഹരീഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവളെ തുണികളൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ അമ്മ ഒരുപാട് തടയുണ്ട്, പക്ഷേ നീതു ഒന്നിനും സമ്മതിക്കാതെ അവൾ ബാഗും എടുത്തിട്ട് പോകുന്നുണ്ട്. നാട്ടുകാരെ മുഴുവനും നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും നീതു നേരെ കയറി ചെല്ലണത് നമ്മുടെ കിളിക്കൂട് വീട്ടിലേക്കാണ്. എല്ലാവരും നീതുവിനെ കാണുമ്പോൾ ഞെട്ടുണ്ട്. എന്തായാലും നീതുവിനോട് പറയുന്നത് വായ മോളെ കയറിയിരിക്കുന്നൊക്കെ പറയുന്നത് നമ്മുടെ സുഭാഷേട്ടൻ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതു പറയുന്നത് ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്കില്ല, ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ട് പോയില്ല, എന്നെ അവരെ ഒരുപാട് അടിക്കുന്നുണ്ട്, ഞാൻ ഇനി ഒരിക്കലും അങ്ങോട്ട് പോയില്ല, ഞാൻ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ താമസിക്കുക എങ്ങനെയാണ് പാടുക എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയേണ്ടത് ഇവർ രണ്ടാളെയും വേഗം കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് ഹരീഷ് പറയുന്നത് എങ്ങനെ ഇപ്പം തന്നെ കല്യാണം കഴിക്കുക, ഇത് എന്താ നിങ്ങൾ പറയണമെന്നൊക്കെ പറയേണ്ടത്. ആ സമയത്ത് സുധീഷ് പറഞ്ഞിട്ട് അല്ലാതെ ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കുക, അല്ല അവളുടെ അമ്മയും അച്ഛനും വന്ന് നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും, അതുകൊണ്ട് ഇതിനൊരു വഴി ഇത് മാത്രമേ ഉള്ളൂ, കല്യാണം കഴിപ്പിക്കുക എന്ന് പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയേണ്ടത് സുധീഷ് ഏട്ടാ ഒന്ന് പുറത്തേക്ക് വരും, എനിക്കൊരു കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.